എറണാകുളം കാക്കനാടുള്ള DLF ഫ്ളാറ്റിൽ മലിനജലത്തിൽ നിന്ന് രോഗബാധ ഉണ്ടായതോടെ കോളി ബാക്ടീരിയ ചർച്ചാ വിഷയമാവുകയാണ്. നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ് കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന്. എന്താണ് ഈ ബാക്ടീരിയ എന്നൊന്ന് നോക്കാം. എന്താണ് കോളി ബാക്ടീരിയ? വയറുവേദനയിൽ തുടങ്ങി വൃക്ക പരാജയത്തിലേക്ക് വരെ നയിക്കുന്ന കോളി ബാക്ടീരിയയെക്കുറിച്ച് വിശദമായി നോക്കാം. വൻകുടലിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ദണ്ടിൻ്റെ ആകൃതിയിലുള്ള ഒരിനം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയായ ഐഷെറിക്കിയ കോളിയാണ് കോളി അണുബാധ ഉണ്ടാക്കുന്നത്. മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിലും ഇവ സാധാരണമായി കാണപ്പെടുന്നു. കോളിയുടെ ഭൂരിഭാഗം ഇനങ്ങളും നിരുപദ്രവകാരികളാണെങ്കിലും ചില കോളി ബാക്ടീരിയകൾ രോഗങ്ങൾക്ക് കാരണമാകുന്നു. കോളി ബാക്ടീരിയകൾ ഉപകാരിയും ഉപദ്രവകാരിയുമാകുന്നത് എങ്ങനെ? കുടലിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ ഉപദ്രവകാരിയല്ലെന്നും മാത്രമല്ല, പല രാസവസ്തുക്കളെയും വിഘടിപ്പിക്കുന്നതിന് ഇവ കാരണമാകുന്നുണ്ട്. അത്യാവശ്യ ഘടകമായ വിറ്റാമിൻ K നിർമ്മിക്കാൻ ഇവ സഹായിക്കുന്നു. എന്നാൽ മൂത്രനാള വൃക്ക രോഗങ്ങൾക്കും ഇവ കാരണമാകുന്നു. പിത്തസഞ്ചി, അപ്പൻഡിക്സ്, വൃക്ക, മലാശയം തുടങ്ങിയവയിൽ പഴുപ്പുണ്ടാക്കുന്നു. അണുബാധ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മലിനമായ ഭക്ഷണമോ വെള്ളമോ ഉപയോഗിക്കുന്നതിലൂടെ അണുബാധ സാധാരണയായി ഉണ്ടാകാറുണ്ട്. വേവിക്കാത്ത മാംസം, പച്ചപ്പാൽ, മലിനമായ വെള്ളം ഉപയോഗിച്ചുണ്ടാക്കുന്ന ജ്യൂസ് എന്നിവയും രോഗത്തിന് കാരണമാകുന്നു. വയറുവേദന, വയറിളക്കം, ഛർദി എന്നിവയുൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളോടൊപ്പം ഇത് ഗുരുതരമായ ഭക്ഷ്യജന്യ രോഗത്തിന് കാരണമാകും. മലിനമായ ഭക്ഷണം, വെള്ളം, വേവിക്കാത്ത മാംസം എന്നിവയിലൂടെയാണ് ഇത് ശരീരത്തിനുള്ളിലേക്ക് എത്തുന്നത്. രോഗം ഗുരുതരമാകുന്നത് ഹീമോലിറ്റിക് യൂറമിക് സിൻഡ്രോമിലേക്ക് നയിക്കുകയും ഇത് വൃക്ക പരാജയത്തിലേക്ക് എത്തുകയും ചെയ്യും. രോഗാണു ഉള്ളിൽ പ്രവേശിച്ച് 2 മുതൽ 3 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. മല പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. ക്ഷീണം, കഠിനമായ വയറുവേദന, വയറിളക്കം, ഛർദി, മൂത്രനാളിയിലെ അണുബാധ എന്നിവയ്ക്ക് പുറമെ ചിലരിൽ ചെറിയ രീതിയിൽ പനിയും ഉണ്ടാകും. കുട്ടികളിലും പ്രായമായവരിലുമാണ് കോളി ഹീമോലിറ്റിക് യൂറമിക് സിൻഡ്രോമിലേക്കും വൃക്ക പരാജയത്തിലേക്കും നയിക്കുന്നത്. ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതും വിശ്രമവുമാണ് അത്യാവശ്യമായി വേണ്ടത്. മാംസം നന്നായി പാകം ചെയ്ത് കഴിക്കുക, കൃത്യമായി ശുദ്ധീകരിക്കാത്ത വസ്തുക്കൾ ഒഴിവാക്കുക, കൈകളുടെ ശുചിത്വം ഉറപ്പാക്കുക, പച്ചക്കറികളും പഴങ്ങളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക എന്നിവയിലൂടെ രോഗത്തെ പ്രതിരോധിക്കാനും ബാക്ടീരിയയെ തടയാനും ഒരു പരിധിവരെ നമുക്ക് സാധിക്കും.